Hello, my dear friends. Welcome back to Storybox 2022. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു അപേക്ഷാ ഫോം കൊടുക്കുവാനായി ഓഫീസിൽ ചെന്നു. അവിടെ ധാരാളം ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരും അപേക്ഷകൾ നൽകാൻ എത്തിയിരുന്നു. അവരോടെല്ലാം അവിടുത്തെ ഓഫീസർ വളരെ ബഹുമാനത്തോടെ അപേക്ഷ പൂരിപ്പിച്ച് പെട്ടെന്ന് തന്നെ അവരെ യാത്രയാക്കി. അങ്ങനെ ആ സ്ത്രീയുടെ ഊഴമെത്തി. അപേക്ഷ പൂരിപ്പിക്കുന്ന നേരം അവരോട് ജോലിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, ഞാനൊരു മാതാവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസർ ഉച്ചഭാവത്തിൽ ജോലിയുടെ സ്ഥാനത്ത് അമ്മയെന്നോ മാതാവെന്നോ ഒന്നും ഇടാൻ പറ്റില്ല, ഹൗസ് വൈഫ് എന്ന് മാത്രം കൊടുക്കാം എന്ന് പറഞ്ഞു. അയാൾ തനിക്ക് മുമ്പ് വന്ന ആൾക്കാർക്ക് കൊടുത്ത ബഹുമാനം ഒന്നും ആ സ്ത്രീക്ക് കൊടുത്തില്ല. കാരണം അവർ പറയത്തക്ക ജോലിയിലോ പദവിയിലോ ഇരിക്കുന്ന ആളല്ലല്ലോ, വെറും ഒരു വീട്ടമ്മയല്ലേ. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് കിട്ടിയ പരിഗണന ലെവലേശം കിട്ടിയില്ലെന്ന് മാത്രമല്ല, വളരെയധികം വൈകിയാണ് വന്ന കാര്യം സാധ്യമായത്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. മറ്റൊരു ഓഫീസിൽ മുമ്പ് കൊടുത്തിരുന്ന അപേക്ഷയുടെ തുടർന്നുള്ള കാര്യത്തിന് അവർക്ക് പോകേണ്ടി വന്നു. ഒരു വീട്ടമ്മ മാത്രമായതിന്റെ പേരിൽ നേരിട്ട അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇത്തവണ ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്തു. ഓഫീസിൽ ചെന്ന അവരോട് ജോലി എന്താണെന്ന് അവിടുത്തെ ഓഫീസർ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഐ എം എ റിസർച്ചർ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. അതായത് ഞാനൊരു ഗവേഷകയാണ്. കുട്ടികളുടെ വളർച്ച, പോഷകാഹാരം, മനുഷ്യബന്ധങ്ങൾ ഇവയാണ് ഗവേഷണം ചെയ്യുന്നത്. ഇത് കേട്ട ആ ഓഫീസർ എഴുന്നേറ്റ് നിന്ന് അവർ ഏതോ വലിയ പദവിയിലിരിക്കുന്ന ആളാണെന്ന് വിചാരിച്ച് ബഹുമാനത്തോടെ ചോദിച്ചു, ഇങ്ങനെയൊരു പദവിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ മാഡം, ഈ പദവിയിൽ എന്തൊക്കെ ജോലിയാണുള്ളത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഗവേഷണം വർഷങ്ങൾ നീണ്ടുപോകുന്നതാണ്. എനിക്ക് 2 ബോസ് ആണുള്ളത്. 2 ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പ്രധാന വിഷയം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഞാൻ ഒരു ദിവസം 14 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യും. ചിലപ്പോൾ 24 മണിക്കൂർ തന്നെ തികയാതെ വരും, മറ്റുള്ള ജോലിയെ അപേക്ഷിച്ച്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. എന്റെ ജോലിയുടെ പ്രതിഫലം പണമല്ല, പകരം മാനസിക സംതൃപ്തിയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ ആ ഓഫീസർ വലിയ പദവിയിലുള്ള സ്ത്രീയാണ് മുന്നിലിരിക്കുന്നതെന്ന് വിചാരിച്ച് വളരെ ബഹുമാനത്തോടെ അവരുടെ കാര്യങ്ങൾ വേഗം തന്നെ ചെയ്തു കൊടുത്തു. തന്റെ ജോലിയെ പുതിയൊരു വീക്ഷണത്തോടെ അവതരിപ്പിച്ചപ്പോൾ വലിയ ബഹുമാനവും പദവിയും തനിക്ക് ലഭിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നേ ദിവസം വൈകിട്ട് ആ ഓഫീസർ വീട്ടിലെത്തി തന്റെ അമ്മയോട് താൻ പരിചയപ്പെട്ട സ്ത്രീയെ പറ്റി പറഞ്ഞു. അവരൊരു വീട്ടമ്മയല്ലേ. പെട്ടെന്ന് തന്നെ അവർക്കത് മനസ്സിലായി. അവർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മകനോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഞാനൊരു ഗവേഷകയാണ്. കുട്ടികളുടെ വളർച്ച, പോഷകാഹാരം, മനുഷ്യബന്ധങ്ങൾ ഇവയാണ് ഗവേഷണം ചെയ്യുന്നത്. അതായത് ശരിക്കും ഒരു മാതാവിന്റെ ജോലി അതുതന്നെയല്ലേ. കുട്ടികളുടെ കാര്യവും കുടുംബ ബന്ധങ്ങളും നന്നായി നോക്കണം. പിന്നെ എന്റെ ഗവേഷണം വളരെ വർഷങ്ങൾ നീണ്ടുപോകുന്നതാണ്. ശരിയാണ്, ഒരു മാതാവിന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ. എനിക്ക് 2 ബോസാണുള്ളത്. അവർ ഉദ്ദേശിച്ചത് 1 ദൈവം, 2 തന്റെ മുഴുവൻ കുടുംബം. എനിക്ക് 2 ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അവർ ഉദ്ദേശിച്ചത് അവരുടെ 2 മക്കളെ പറ്റിയാണ്. അവസാനമായി എന്റെ പ്രധാന വിഷയം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. എന്നുവെച്ചാൽ സമൂഹത്തിൽ തന്റെ കുടുംബം ഏറ്റവും നന്നായി ജീവിക്കണം എന്നുള്ളതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുതന്നെ. അങ്ങനെ ആ അമ്മ തൻ്റെ ഉൾപ്പെടെ ഓരോ വീട്ടമ്മമാരും ഓരോ അമ്മമാരും തങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് മകന് മനസ്സിലാക്കി കൊടുത്തു. ഡിയർ ഫ്രണ്ട്സ്, അമ്മ അല്ലെങ്കിൽ മാതാവ് മനുഷ്യവർഗത്തിന്റെ സുപ്രധാന സേവനത്തിൽ പ്രവർത്തിക്കുന്നവർ. ഇത്രയും വലിയ അർത്ഥമുള്ള തൻ്റെ ജോലിയിൽ ഓരോ സ്ത്രീയും അഭിമാനിക്കുന്നു. എല്ലാവരും വലിയ പദവിയും മറ്റും നേടുമ്പോൾ ഒരമ്മ അല്ലെങ്കിൽ വീട്ടമ്മ നേടുന്ന പദവി അതിലും വലിയതാണെന്ന് എല്ലാവരും അഭിമാനിക്കണം. മറ്റുള്ള ജോലിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും സ്നേഹം കൊടുത്തും പ്രതിഫലം ഇല്ലാതെയും ചെയ്യുന്ന, സന്തോഷത്തോടെ കുടുംബത്തെ നയിക്കുന്ന ഈ പദവിയേക്കാൾ മറ്റെന്ത് പദവിയാണ് വേറെയുള്ളത്? ഡിയർ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇന്നത്തെ കഥ. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേസമയം പുതിയ കൂട്ടുകാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു കഥയുമായി വീണ്ടും കാണാം. Until then, bye from Storybox 2022.